സംഘർഷാവസ്ഥയിലേക്ക് നീങ്ങുകയാണ്. ജെബി മേത്തർ എംപിയുടെ നേതൃത്വത്തിൽ പ്രവർത്തകർ ബാരിക്കേഡിന് മുകളിൽ കയറി നിൽക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ഉദ്ഘാടന പ്രസംഗത്തിന് ശേഷം ഇതാ ബാരിക്കേഡിന് മുകളിലേക്ക് കയറി നിൽക്കുകയാണ് നേതാക്കളും പ്രവർത്തകരും. ജി വി പ്രസാദ് ഉണ്ട്, സുനിഷ അയ്യരൂരും. ജി വി പ്രസാദ് കറുത്ത വസ്ത്രം ധരിച്ച് ബാരിക്കേഡിന് മുകളിൽ കയറി നിന്നിതാ പ്രതിഷേധം നടത്തുകയാണ് മഹിളാ കോൺഗ്രസ് പ്രവർത്തകർ. വിനീത, അല്പസമയം മുമ്പാണ് മഹിളാ കോൺഗ്രസിന്റെ മാർച്ച് ലോക് ഭവനിലേക്ക് തുടങ്ങിയത്. അടൂർ പ്രകാശ് സമരം ഉദ്ഘാടനം ചെയ്തു. ജെബി മേത്തർ എംപിയുടെ നേതൃത്വത്തിലാണ് പ്രവർത്തകർ ബാരിക്കേഡിന് മുകളിലേക്ക് കയറിയത്. നിരവധി പ്രവർത്തകരാണ് പ്രതിഷേധത്തിനായി ഇവിടെ എത്തിയത്. പോലീസ് ആ ബാരിക്കേഡ് വെച്ച് തടഞ്ഞിട്ടുണ്ട്. ആ ബാരിക്കേഡിന് മുകളിലേക്കാണ് ജെബി മേത്തറുടെ നേതൃത്വത്തിലുള്ള ഒരു സംഘം മഹിളാ കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധവുമായി കയറിയത്. നരേന്ദ്രമോദി സർക്കാരിനെതിരെയും പ്രധാനമന്ത്രിക്കെതിരെയും അതിരൂക്ഷമായ മുദ്രാവാക്യങ്ങളാണ് പ്രവർത്തകർ ഉയർത്തുന്നത് എന്നതാണ്. മിക്കവരും കറുത്ത വസ്ത്രം ധരിച്ചുകൊണ്ടാണ് പ്രതിഷേധത്തിൽ അണിനിരന്നിരിക്കുന്നത്. ആ ജലപീരങ്കി ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളുമായി പോലീസും ഇവിടെയുണ്ട്. ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷമുള്ള കേന്ദ്രത്തിനെതിരെയുള്ള മഹിളാ കോൺഗ്രസിന്റെ പ്രതിഷേധം എന്ന നിലയിലാണ് ഇത് ശ്രദ്ധേയമാവുകയും ചെയ്യുന്നത്. നേരത്തെ LDF സർക്കാരിന്റെ കാലത്തുള്ള പ്രതിഷേധം പോലെ അത്ര വലിയൊരു സംഘർഷത്തിലേക്ക് പോകാനുള്ള സാധ്യതയില്ല. നമുക്കറിയാവുന്നതുപോലെ രാഷ്ട്രീയ കാലാവസ്ഥ കേരളത്തിൽ മാറിയിട്ടുണ്ട്. പക്ഷേ കേന്ദ്രത്തിനെതിരായ പ്രതിഷേധം എന്ന നിലയിലാണ് ലോക് ഭവൻ ഇവർ തെരഞ്ഞെടുത്തത്. ലോക് ഭവനിലേക്ക് ശക്തമായ പ്രതിഷേധം നടത്തുന്നു. പക്ഷേ പോലീസ് ഇതിനെ ഉറപ്പായും പ്രതിരോധിക്കുകയും ചെയ്യും. അങ്ങനെ ബാരിക്കേഡിന് മുകളിൽ കയറിയിരുന്ന് കേന്ദ്രത്തിനെതിരെ അതിശക്തമായ മുദ്രാവാക്യം വിളിക്കുകയാണ്. പ്രകടനത്തിൽ പങ്കെടുക്കുന്നവരുടെ എല്ലാം കയ്യിൽ രാഹുൽ ഗാന്ധിയുടെ പ്ലക്കാർഡുമായിട്ടാണ് എല്ലാവരും എത്തിയത്. മോദി മാപ്പ് പറയണം എന്നുള്ളതാണ് പ്രധാനമായും ഉയർത്തുന്നത്. അതുപോലെ ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണം എന്നുള്ളതും പ്രധാന മുദ്രാവാക്യമായി ഉയർത്തുകയും ചെയ്യുന്നു. നിരവധി സ്ത്രീകളാണ് അതിശക്തമായ സമരത്തിൽ ഇവിടെ അണിനിരക്കുകയും ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടതാണ്. ഇവിടേക്ക് SFIയുടെ മാർച്ചുണ്ടായിരുന്നു, ഇവിടേക്ക് DYFIയുടെ മാർച്ചുണ്ടായിരുന്നു, അതുപോലെ KPCC ഓഫീസിലേക്ക് BJPയുടെ മാർച്ചുണ്ടായിരുന്നു. ഇന്നലെ ക്ലിഫ് ഹൗസിലേക്ക് യുവമോർച്ചയുടെ മാർച്ചുണ്ടായിരുന്നു. അങ്ങനെ തുടങ്ങി ഡൽഹിയിൽ നടക്കുന്ന സമരത്തിന്റെ ഭാഗമായി സംസ്ഥാനത്തും വലിയ പ്രതിഷേധത്തിന്റെ വേലിയേറ്റം ഉണ്ടാകുന്നു എന്നതാണ്. മഹിളാ കോൺഗ്രസിന്റെ നേതൃത്വത്തിലാണ് ശക്തമായ പ്രതിഷേധം ലോക് ഭവനിലേക്ക് നടക്കുന്നത്. നിരവധി വനിതകൾ ജെബി മേത്തറിന്റെ നേതൃത്വത്തിൽ ഇപ്പോഴും ബാരിക്കേഡിന്റെ മുകളിൽ കയറിയിരുന്ന് മുദ്രാവാക്യം വിളിക്കുകയാണ്.